Okay, welcome to the next session of the differential equation. Differential equation non-separable differential equation homogeneous differential equation like reduce ചെയ്തുകൊണ്ട് differential equation എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ തൊട്ട് മുമ്പത്തെ സെഷനിൽ സംസാരിച്ചത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഇക്വേഷൻസ് റെഡ്യൂസിബിൾ ടു സെപ്പറബിൾ ഫോം വയ റെഡ്യൂസിങ് ടു ഹോമോജീനിയസ് ഇക്വേഷൻ. ഹോമോജീനിയസ് ഇക്വേഷനിലേക്ക് ഇക്വേഷനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് അതിനെ വീണ്ടും സെപ്പറബിൾ ഫോമിലേക്ക് കൊണ്ടുപോകുന്ന മറ്റൊരു മെത്തേഡാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞു y ഡാഷ് ഇസ് ഈക്വൽ ടു g ഓഫ് y/x എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനെ കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഈ ടൈപ്പിൽ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെയാണ് നമ്മൾ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു രീതിയിലാണ് ഇൻസ്റ്റെഡ് ഓഫ് സ്മോൾ എക്സ് ആൻഡ് വൈ, ചെറിയ സ്മോൾ ലെറ്റർ എക്സിനും വൈക്കും പകരം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എക്സും വൈയും ഉപയോഗിക്കും. ആ ക്യാപിറ്റൽ ലെറ്റർ എക്സും വൈയും ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് കളയും, നമ്മൾ സ്മോൾ എക്സിനെ ക്യാപിറ്റൽ എക്സ് പ്ലസ് എച്ച് എന്നും സ്മോൾ വൈയെ ക്യാപിറ്റൽ വൈ പ്ലസ് കെ എന്നും നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ നേരത്തെ കാണുന്ന ഡി വൈ ബൈ ഡി എക്സിനെ നമ്മൾ ക്യാപിറ്റൽ ഡി വൈ ബൈ ക്യാപിറ്റൽ ഡി എക്സ് എന്നുള്ള രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അവിടെ എക്സസ് ആയി കിടക്കുന്ന സ്മോൾ ലെറ്റർ എക്സിന് പകരം ക്യാപിറ്റൽ എക്സ് പ്ലസ് എച്ച് കൊടുത്തു, സ്മോൾ ലെറ്റർ വൈക്ക് പകരം ക്യാപിറ്റൽ വൈ പ്ലസ് കെ കൊടുത്തു, സ്മോൾ ഡി വൈ ബൈ ഡി എക്സിന് ക്യാപിറ്റൽ ഡി വൈ ബൈ ഡി എക്സ് കൊടുത്തു. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കോമ്പൻസേഷൻസ് വേണം. അത് ഒരു പ്രോബ്ലം വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം നമുക്കതിനെ. ഓക്കെ, അത് നമ്മൾ അതിലേക്ക് പോകുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചെയ്തു പോകാം. ക്വസ്റ്റ്യൻ സോൾവ് dy by dx is equal to x plus 2y minus 3 x plus 2y minus 3 divided by 2x plus y minus 3. Okay, x plus 2y minus 3 2x plus y minus 3. നമുക്ക് ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഞാനതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, ഇസ് നോട്ട് ഹോമോജീനിയസ് അല്ല ഇക്വേഷൻ എന്ന് നമുക്ക് മനസ്സിലാവും. മാത്രമല്ല അതിനെ ഹോമോജീനിയസിലേക്ക് മാറ്റവും വേണം. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിന് നമ്മൾ സ്മോൾ എക്സിനെയും ക്യാപിറ്റൽ സ്മോൾ വൈയെയും ക്യാപിറ്റൽ എക്സിൻ്റെയും ക്യാപിറ്റൽ വൈയുടെയും ടേംസിലേക്ക് നമ്മൾ മാറ്റി എഴുതുന്നത് റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ സ്മോൾ എക്സിനെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്മോൾ എക്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് പ്ലസ് എച്ച് എന്നും സ്മോൾ വൈയെ ക്യാപിറ്റൽ വൈ പ്ലസ് കെ എന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്തുനിന്ന് എച്ചിൻ്റെയും വൈയുടെയും വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യും, ഡിറ്റർമിൻ ചെയ്യും. എച്ചിൻ്റെയും കെയുടെയും വാല്യൂസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. ആ എച്ചിൻ്റെയും കെയുടെയും വാല്യൂസ് ഡിറ്റർമിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അതിന് ശേഷം ഇതിനെ നമ്മൾ റീറൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഏറ്റവും അവസാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡി വൈ ബൈ ഡി എക്സിന് നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്ത് കളയും, ക്യാപിറ്റൽ ഡി വൈ ബൈ ക്യാപിറ്റൽ ഡി എക്സ് എന്നുള്ള ടേം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇക്വേഷനെ സോൾവ് ചെയ്ത് പോകും. ഓക്കെ ഫൈൻ. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഇവിടെ നമ്മൾ മാറ്റി കഴിഞ്ഞു, സ്മോൾ ഡി വൈ ബൈ ഡി എക്സിന് പകരം നമ്മൾ ക്യാപിറ്റൽ ഡി വൈ ബൈ ഡി എക്സ് കൊടുക്കും. നെക്സ്റ്റ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ഡി വൈ ബൈ ക്യാപിറ്റൽ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ 1ൽ സ്മോൾ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുത്തു, ക്യാപിറ്റൽ എക്സ് പ്ലസ് എച്ച് കൊടുത്തു, സ്മോൾ വൈക്ക് പകരം ക്യാപിറ്റൽ വൈ പ്ലസ് കെ കൊടുത്തു. ഓക്കെ, സോ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് എക്സ് പ്ലസ് 2y മൈനസ് 3, സോ എക്സ് പ്ലസ് ക്യാപിറ്റൽ എക്സ് പ്ലസ് എച്ച് പ്ലസ് 2 ഇൻറ്റു ക്യാപിറ്റൽ വൈ പ്ലസ് കെ മൈനസ് 3 is there divided by നമുക്കെന്ത് പറയാം, divided by തൊട്ട് താഴെ വരുന്ന ഡിനോമിനേറ്ററിൽ വരുന്ന 2x plus y minus 3 is there. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും 2x, that is 2 into x plus h 2 into x plus h and plus y, that is equal to y plus k is there minus 3. Okay, അപ്പോൾ നമ്മൾ ഇക്വേഷൻ 2 എന്ന് ഇതിന് നമുക്ക് പേര് നൽകി കളയാം. അപ്പോൾ ക്യാപിറ്റൽ എക്സിൻ്റെയും സ്മോൾ എക്സും സ്മോൾ വൈയും ഏലും കിടക്കുന്ന ഇക്വേഷൻ 1നെ ക്യാപിറ്റൽ എക്സിലേക്കും ക്യാപിറ്റൽ വൈയിലേക്കും നമ്മൾ കൺവേർട്ട് ചെയ്ത് കളഞ്ഞു. സോ ഈ സ്മോൾ എക്സിൻ്റെ സ്ഥാനത്തേക്ക് എന്ത് വന്നു, ക്യാപിറ്റൽ എക്സ് പ്ലസ് എച്ച് വന്നു.
2 into capital Y plus 2k വന്നു -3. 2 into capital X plus H and plus Yയുടെ ഭാഗത്തേക്ക് വന്നു capital Y plus k വന്നു കഴിഞ്ഞു and -3 is there അല്ലേ. ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും കോമൺ ആയിട്ടുള്ള കക്ഷിയാണ് എന്ത് ഒരു -3യുടെ പാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ക്യാപിറ്റൽ dy ബൈ dx ഇസ് ഈക്വൽ ടു ഓക്കെ എക്സ് പ്ലസ് ഓക്കെ 2y അല്ലേ. എക്സിനെയും വൈയുടെയും ടേമിനെ ഞാൻ ആദ്യത്തേക്കും കൊണ്ടുവന്നു പ്ലസ് ഓക്കെ ലാസ്റ്റ് ടൈം കൊടുക്കുന്നു സ്മോൾ എച്ച് ആൻഡ് ഇവിടെ ബാലൻസ് ഉള്ള 2 into k 2k and 1 -3 is here. ഓക്കെ, ഞാൻ ഒന്നിച്ചെടുത്തു ഡിവൈഡഡ് ബൈ എന്താക്കി കളഞ്ഞു, ഞാനിവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു 2x ഓക്കെ ആൻഡ് എച്ചിൻ്റെ ടേമിന് ഞാൻ നെഗ്ലക്റ്റ് ചെയ്തു, വൈയുടെ ടേമിന് ഞാൻ കമ്പൈൻ ചെയ്തു. സോ പ്ലസ് വൈ പ്ലസ് ബ്രാക്കറ്റിനകത്തേക്ക് ഇവിടെ ആര് വരും, ഒരു 2h വരും ആൻഡ് എഗെയിൻ ഇവിടെ ആരാ വരുന്നത് പ്ലസ് k -3. ഓക്കെ, ഇവിടെ ബോധപൂർവം ഞാൻ ചെയ്ത ഒരു കാര്യമുണ്ട്. അതെന്താണ്, ഈ ടേമിനെയും ഞാൻ ഒന്ന് ചേർത്ത് കളയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇതിനകത്ത് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇതിനകത്ത് വരുന്ന സമയത്ത് dy ബൈ dx is equal to x plus 2y divided by 2x plus y 2x plus y എന്നുള്ളൊരു ടേമിൽ ഒതുക്കി കളയണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ടേമിൽ റിമൈൻ ചെയ്യുന്ന പാർട്ടുകൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ ലാംഗ്വേജിൽ നമ്മൾ പറയുന്ന റിമൈൻ ചെയ്യുന്ന പാർട്ടുകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരെ നമ്മൾ എന്താക്കി കളയണം, 0 ആക്കി കളയണം. അപ്പോൾ ആ 0യിലേക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എച്ചിൻ്റെയും കെയുടെയും വാല്യൂസ് കിട്ടും. എച്ചിലും കെയിലുള്ള 2 ഇക്വേഷൻസ് ആണ്. ആ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എച്ചിൻ്റെയും കെയുടെയും വാല്യൂസ് അവിടെ ലഭ്യമാവും. സോ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഞാൻ ആ ഇക്വേഷൻസ് എഴുതുന്നു. ഏതാ ഇക്വേഷൻ വരുന്നത്, h plus 2k minus 3 h plus 2k minus 3 h plus 2k minus 3 equal to 0. I took this as equation number 1 and then നമുക്കിവിടെ ആരുണ്ട് 2h plus k minus 3 is there. 2h plus k minus 3 which is equal to 0. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് നമ്മൾ കൊടുത്തു. ഈ 2 ഇക്വേഷനെ സോൾവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇക്വേഷൻ നമ്പർ 1നെ എന്ത് ചെയ്യുന്നു, ഒരു 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു കോഎഫിഷ്യൻസ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ആരായി വരും, ഇക്വേഷൻ നമ്പർ 1ൽ എച്ചിൻ്റെ കോഎഫിഷ്യൻ്റ് 2 ആയി മാറി, കെയുടെ കോഎഫിഷ്യൻ്റ് ആരായി മാറി, ഇൻസ്റ്റെഡ് ഓഫ് 2kക്ക് പകരം ആരായി മാറി 4k -3യുടെ വാല്യൂ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ആയി മാറും ഈക്വൽ ടു 0. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇക്വേഷൻ നമ്പർ 2ലെയും ഇക്വേഷൻ നമ്പർ 3ലെയും എച്ചിൻ്റെ കോഎഫിഷ്യൻസ് സെയിമാണ്. അപ്പോൾ 3 - 2 ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എച്ചിനെ നമുക്ക് അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളയാം. സോ 3 - 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരും, 2h minus 2h that is 0 and plus 4k minus k that is 3k. Okay, and -6 minus 3 that is -6 plus 3 that is -3 equal to 0. Okay, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് എന്ത് ചെയ്തു, ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി 3k minus 3 equal to 0. ഓക്കെ, ആ -3യെ പിടിച്ച് ഇങ്ങോട്ട് കൊടുത്തേക്കാം. അപ്പോൾ 3k ഈക്വൽ ടു എന്തായി മാറി, 3 ആയി മാറി. ഈ 3 ഇവിടെ നിന്ന് ഒഴിവാക്കിയേക്കാം. അപ്പോൾ നമുക്ക് എന്ത് ലഭ്യമാവും, കെയുടെ വാല്യൂ ഇവിടെ ലഭ്യമാവും. ദാറ്റ് ഇസ് ഈക്വൽ ടു 3/3. സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് ഈക്വൽ ടു 1. സോ വി ഫൗണ്ട് ദ വാല്യൂ ഓഫ് കെ ഇസ് 1. കെയുടെ വാല്യൂ 1 ആണെന്ന് നമ്മൾ ഇവിടുന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ 3 ഇക്വേഷൻസ് ഇവിടെ കിടക്കുന്നുണ്ട്, എച്ചിലും കെയിലുള്ള. ആ ഏത് ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കെയുടെ വാല്യൂ പ്ലേസ് ചെയ്യാം, എച്ചിൻ്റെ വാല്യൂ നമുക്ക് ലഭ്യമാവും. സോ ഐ വുഡ് ലൈക്ക് ടു പുട്ട് കെ ഈക്വൽ ടു 1 ഇൻ ഇക്വേഷൻ 1 അല്ലേ. ഇക്വേഷൻ 1-നകത്ത് ഞാൻ അങ്ങ് കൊടുത്തു. ഓക്കെ, കെയുടെ വാല്യൂ 1 എന്ന് കൊടുത്ത സമയത്ത് നമുക്ക് എന്തായി മാറി, h plus 2k that is equal to h plus 2 minus 3 equal to 0. That is h plus 2 minus 3 equal to 0. That is h minus
3 ഈക്വൽ ടു 0. ശരിയല്ലേ? എച്ച് മൈനസ് 3യുടെ വാല്യൂ എന്താ? സോറി, ജസ്റ്റ് എ മിനിറ്റ്. എച്ച് പ്ലസ് 2 മൈനസ് 3, ദാറ്റ് ഈസ് എച്ച് മൈനസ് 1, എച്ച് മൈനസ് 1 ഈക്വൽ ടു 0. സോ എച്ചിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമായി. നൗ എച്ച് ഇസ് ഈക്വൽ ടു ആരാ? 1. സോ വി ഫൗണ്ട്, നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ഇവിടെ കെയുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ എച്ചിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയ പാട്ടിനെ നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? നമ്മൾ സ്മോൾ എക്സിനെയും സ്മോൾ വൈനെയും ക്യാപിറ്റൽ എക്സിലേക്കും ക്യാപിറ്റൽ വൈയിലേക്കും കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ പാട്ടിനകത്ത് ഈ രണ്ട് ടേംസും എന്ത് ചെയ്യണം? റിമൂവ് ചെയ്ത് കളയണം. ആ രണ്ട് ടേംസും റിമൂവ് ചെയ്ത് കളയാൻ നമ്മൾ 0യോട് ഇക്വേറ്റ് ചെയ്യണം. 0യിലേക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എച്ചിൻ്റെയും കെയുടെയും വാല്യൂ എന്ത് ചെയ്യും? 0 ലഭ്യമാവും. അപ്പോൾ ഈ പാട്ടില്ലാത്ത ഒരു കേസ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ആ എക്സിസ്റ്റ് ചെയ്യുന്ന കേസ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എച്ചിൻ്റെയും കെയുടെയും വാല്യൂ ഷുവറായിട്ടും എന്തായിരിക്കണം? 1 ആയിരിക്കണം എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, നൗ എച്ചിൻ്റെയും കെയുടെയും വാല്യൂ 1 ആവുന്ന സമയത്ത് dy/dx ഈക്വൽ ടു എക്സ് പ്ലസ് 2y ഡിവൈഡഡ് ബൈ 2x പ്ലസ് y ആക്കി കളഞ്ഞു നമ്മൾ. ഓക്കെ, സോ dy/dx ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2y ഡിവൈഡഡ് ബൈ 2x പ്ലസ് y ആണ്. ഓക്കെ, നൗ എച്ചിൻ്റെയും എച്ചിൻ്റെയും കെയുടെയും വാല്യൂസ് 1 ആകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം dy/dxൻ്റെ വാല്യൂ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേക്കാം. കാരണം ഇത് ഇപ്പോഴും എന്തായിട്ടില്ല? y/x ഫോർമാറ്റിലേക്ക് വന്നിട്ടില്ല. സോ വി പുട്ട് യു ഓർ വി, യു ഉപയോഗിച്ചുകൊണ്ട് ക്യാപിറ്റൽ വി എ ഞാൻ കൊടുത്തു. ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു ഞാൻ എന്ത് കൊടുത്തു? y/x എന്ന് കൊടുത്തു. നൗ ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു y/x. സോ ക്യാപിറ്റൽ വൈ ഈസ് ഈക്വൽ ടു എന്തായി മാറി? വി എക്സ്. ഓക്കെ, നേരത്തെ യു എടുത്തതിന് പകരം ഞാൻ ഇവിടെ ഒരു ക്യാപിറ്റൽ വി എടുത്തെന്ന് മാത്രം, മറ്റു ചേഞ്ചസ് ഒന്നും അതിനകത്ത് വരുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ക്യാപിറ്റൽ വിയുടെ വാല്യൂ എന്താണ് വരുന്നത്? ഫസ്റ്റും എക്സിൻ്റെ വാല്യൂ സെക്കൻഡായിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നു. സോ വൈ ഡാഷ് ഓർ dy/dx അല്ലേ, ഇവിടുന്ന് വൈ ഡാഷ് ഓർ dy/dx നമ്മൾ പറയുകയാണെങ്കിൽ ഇസ് ഈക്വൽ ടു, that is first function v into derivative of x is 1 plus x into ആരാ വരുന്നത്? ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വൺ dv ഡിവൈഡഡ് ബൈ ആരായി മാറും? dx ആയി മാറും. ഓക്കെ, അപ്പോൾ ഇത്രയും വാല്യൂസ് നമ്മൾ കൊണ്ടുപോയിട്ട് ഞാൻ ഇക്വേഷൻ ഒരു പേര് കൊടുത്തു സ്റ്റാർ എന്ന്. ആ ഇക്വേഷൻ സ്റ്റാറിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. സോ dy/dxൻ്റെ സ്ഥാനത്തേക്ക് ആര് കയറി വന്നു? dy/dxൻ്റെ സ്ഥാനത്തേക്ക് നമുക്ക് പറയാൻ പറ്റും v പ്ലസ് എക്സ് ഇൻറ്റു dv/dx ആണ്. അതുപോലെ തന്നെ എക്സ് ഉള്ളിടത്ത് എക്സ് തന്നെ, വൈ ഉള്ളിടത്തൊക്കെ എന്തായി മാറും? വി എക്സ് ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും. സോ ഇക്വേഷൻ സ്റ്റാർ ബിക്കംസ് അല്ലേ, സ്റ്റാർ എങ്ങനെയായി മാറും? ഇക്വേഷൻ സ്റ്റാർ ബിക്കംസ് പറയൂ. ഇക്വേഷൻ സ്റ്റാറിനകത്തേക്ക് ആര് വരും? dy/dx. ഇൻസ്റ്റെഡ് ഓഫ് dy/dx, dy/dxന് പകരം നമ്മൾ എന്ത് എഴുതി കൊടുത്തു? v പ്ലസ് എക്സ് ഇൻറ്റു dv/dx, v പ്ലസ് എക്സ് ഇൻറ്റു dv ഡിവൈഡഡ് ബൈ dx is equal to, ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആരാ വരുന്നത്? ദിസ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2y ഡിവൈഡഡ് ബൈ 2x പ്ലസ് y. എക്സിൽ ചേഞ്ച് ഒന്നും വരാനില്ല, പകരം എന്ത് ചെയ്യും? y വരുന്നിടത്തൊക്കെ വി എക്സ് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. സോ എക്സ് പ്ലസ് 2y 2vx divided by 2x plus y, that is equal to 2x plus vx is there. സോ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ റൈറ്റ് ഹാൻഡ് സൈഡിനകത്ത് എക്സ് കോമണാ, ഈ പുള്ളിക്കാരനകത്ത് നിന്ന് ഒരു എക്സ് ഒഴിവാക്കാം. അപ്പോൾ ന്യൂമറേറ്ററിൽ നിന്ന് ഒരു എക്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ 1 പ്ലസ് 2v ഡിവൈഡഡ് ബൈ താഴെ ആര് വരും? ഇവിടെ നിന്ന് നമുക്കൊരു എക്സ് ഒഴിവാക്കി കളയാം. ആ എക്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഡിനോമിനേറ്ററിൽ വരുന്നത് 2 പ്ലസ് വി ആയിരിക്കും വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഇവിടുത്തെ വാല്യൂസിൽ ഈ എക്സ് നമുക്ക് ക്യാൻസലേഷൻ നടത്തിയേക്കാം. പക്ഷേ ഇയാളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആരുണ്ട്? ഒരു വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ഡിവൈഡഡ് ബൈ ഡി എക്സ് അതിനകത്ത് കിടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നത് വിയുടെ ടേമിനെ മുഴുവൻ ഒരു സൈഡിലേക്കും എക്സിൻ്റെ ടേമിനെ മുഴുവൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കിടക്കുന്ന ഈ വി ഇവിടെ അധികമായതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയേക്കും. ഇവിടെ പ്ലസ് വി ആണ്, അത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് വി ആയിരിക്കും. സോ ഇവിടെ നമുക്ക് വരും ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സ് ഇൻറ്റു ഡി വി ഡിവൈഡഡ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുന്ന സമയത്ത്
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരുണ്ട് ഓൾറെഡി 1 + 2v ന്യൂമറേറ്ററിൽ കിടക്കുന്നുണ്ട്, ഡിനോമിനേറ്ററിൽ ആര് കിടക്കുന്നുണ്ട് 2 + v കിടക്കുന്നുണ്ട്. ഓക്കെ, മൈനസ് വി ഈസ് ഹിയർ, ഒരു മൈനസ് വി കൂടെ നമ്മളവിടെ കൊടുത്തു. ആ മൈനസ് വി കിട്ടിയതോടുകൂടെ ഇയാളുടെ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യും, ഈ 2 + v കൂടെ നമ്മളിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ മൈനസ് വി ഇൻറ്റു 2 മൈനസ് 2v ആൻഡ് മൈനസ് വി ഇൻറ്റു വി മൈനസ് വി സ്ക്വയർ ഇസ് ദെയർ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ വരും എക്സ് ഇൻറ്റു ഓക്കെ എക്സ് ഇൻറ്റു ഡി വി ഡിവൈഡഡ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഓക്കെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ 1 + 2v ന്യൂമറേറ്ററിൽ ഓൾറെഡി നേരത്തെ ഉള്ളതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 2v. Okay, and we multiply v into 2, that is equal to minus 2v, and again v into minus v, therefore minus v square is there. Okay, minus v square is there. Okay, whole divided by നമ്മൾ എടുത്ത ആരായിരുന്നു മൾട്ടിപ്ലൈ ചെയ്ത ആരായിരുന്നു 2 + v. So whole divided by 2 + v. Okay, whole divided by 2 + v is there. We can cancel minus 2v and minus plus 2v we can remove from there. Minus 2vയും plus 2vയും നമുക്ക് അവിടെ നിന്ന് മാറ്റിക്കളയാം. ബാലൻസ് ന്യൂമറേറ്ററിൽ വരുന്ന ആരായിരിക്കും 1 - v square divided by 2 + v ആയിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ലഭ്യമാവുന്ന ആരാ എക്സ് ഇൻറ്റു ഡി വി ഡിവൈഡഡ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ ആര് വരും 1 - v square ഡിവൈഡഡ് ബൈ 2 + v ആയിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേരിയബിൾസിന് നമ്മൾ ഓൾമോസ്റ്റ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കക്ഷികൾ നമ്മൾ എന്ത് ചെയ്യാം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ 1 - v square ഡിനോമിനേറ്ററിലേക്ക് വരും, 2 + v എങ്ങോട്ട് പോവും ന്യൂമറേറ്ററിലേക്ക് പോവും. ഓക്കെ, അപ്പോൾ ഈ എക്സ് എങ്ങോട്ട് വരും ഡിനോമിനേറ്ററിലേക്ക് പോവും, ഡി എക്സ് എങ്ങോട്ട് പോവും, ആ ഡി എക്സിനെ പിടിച്ചിട്ട് നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വരും ഇതിനകത്തുനിന്ന് ഓക്കെ ഫൈനലി നമുക്ക് ആര് വരും ഡി വി അല്ലേ, ഡി വിയുടെ കൂടെ ആരാ വരുന്നത്, ഡി വി ഞാൻ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുന്നു. അതിൻ്റെ കൂടെ ആരാ വരുന്നത് ഡിനോമിനേറ്ററിലേക്ക് വരുന്ന കക്ഷി ആരാ 1 - v square എങ്ങോട്ട് വരുന്നു ഡിനോമിനേറ്ററിലേക്ക് വരുന്നുണ്ട്. 1 - v square is there in denominator. അതുപോലെ തന്നെ ആര് വരുന്നുണ്ട് 2 + vയെ നമുക്ക് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരാം. ഇൻറ്റു ആരാ വരുന്നത് കൂടെ നമ്മുടെ ഡി വി കിടക്കുന്നുണ്ട്. സി റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ആരാ ഡി എക്സ് ന്യൂമറേറ്ററിലേക്ക് വന്നു, എക്സ് ഡിനോമിനേറ്ററിലും കിടക്കുന്നുണ്ട്. നൗ ഓക്കെ ഫൈൻ, വി ക്യാൻ പുട്ട് ദിസ് ആസ് ഇക്വേഷൻ എ അല്ലേ. ഒരു സ്മോൾ എ എന്നുള്ള ഇക്വേഷനായിട്ട് ഞാൻ വെറുതെ അസൈൻ ചെയ്തു. നമുക്ക് റീകോൾ ചെയ്യാൻ വേണ്ടിയുള്ള ജസ്റ്റ് ഒരു പേര് കൊടുത്തേ ഉള്ളൂ. ചിലപ്പോൾ നമ്പർ കൊടുക്കുന്നുണ്ടാവും, സ്റ്റാർ കൊടുക്കുന്നുണ്ടാവും, നോ പ്രോബ്ലം. ഓക്കെ, 2 + v ഇൻറ്റു ഡി വി ഡിവൈഡഡ് ബൈ 1 - v square കൊടുത്തു. ഇവിടെ എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ചെറിയൊരു പ്രയാസമായി കിടക്കുന്ന എവിടെയാണ് ഈ പാർട്ടായിരിക്കും. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള 2 + v ഡിവൈഡഡ് ബൈ 1 - v square ആയിരിക്കും. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് 2 + v ഡിവൈഡഡ് ബൈ 1 - v square അല്ലേ. ഇയാളെ ഞാൻ എന്താക്കി കളഞ്ഞു 2 + v ഡിവൈഡഡ് ബൈ 1 - v square 1 - v ഇൻറ്റു 1 + v ആക്കിയേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് എന്ത് ചെയ്യുന്നു ദിസ് ഈസ് 2 + v ഡിവൈഡഡ് ബൈ 1 - v ഇൻറ്റു 1 + v ഈക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്യാറുള്ള പോലെ a ഡിവൈഡഡ് ബൈ 1 - v പ്ലസ് b ഡിവൈഡഡ് ബൈ 1 + v ആക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സേഫാണ്. 2 + v ഡിവൈഡഡ് ബൈ 1 - v ഇൻറ്റു 1 + v എന്ന് പറയുന്ന ഈ കോംപ്ലിക്കേറ്റഡ് ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സൗകര്യമുള്ള a ഡിവൈഡഡ് ബൈ 1 - v b ഡിവൈഡഡ് ബൈ 1 + v എന്നുള്ള ഫോർമാറ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഇനി നമ്മൾ ഒറ്റ കാര്യം അവിടെ ചെയ്യേണ്ടുള്ളൂ, എയുടെയും ബിയുടെയും വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഇതിനകത്തേക്ക് വരുമ്പോൾ ഇതിന് ഞാൻ ഇക്വേഷൻ ബി എന്ന് കൊടുത്തു. ആ ഇക്വേഷൻ ബിയുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമ്മൾ കോമൺ ഡിനോമിനേറ്റർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു. സോ കോമൺ ഡിനോമിനേറ്റർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ബി എങ്ങനെയായി മാറും, ദ ഇക്വേഷൻ ബി ബിക്കംസ് ഓക്കെ. ഇക്വേഷൻ ബി എങ്ങനെയായി മാറും, ഇക്വേഷൻ ബി ബിക്കംസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറലിൽ 2 + v മാത്രം ബാക്കിയാവും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 - v ഇൻറ്റു 1 + v കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ a ഇൻറ്റു ആര് വന്ന് കളയും 1 + v വരും, പ്ലസ് ബി ഇൻറ്റു അല്ലേ ബിയുടെ കൂടെ ആരാ 1 + v 1 + v ക്യാൻസൽ ചെയ്ത് പോയിട്ട് b ഇൻറ്റു 1 - v വരും.
ഓക്കെ, ഇനി വളരെ എളുപ്പമാണ് നമുക്ക് ഇവിടുന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. നമ്മൾ എനെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു, ബി ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ സിമ്പിളാണ്. ഇതിനകത്ത് കൊണ്ടുപോയിട്ട് വിക്ക് എന്ന് കൊടുത്താൽ മതി, 1 പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. 1 - 1 എന്ന് പറയുന്നത് 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി ഉൾക്കൊള്ളുന്ന ടേം മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു പോകും. സോ അതിനകത്തേക്ക് ഞാൻ എന്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു? പുട്ട് വി ഈസ് ഈക്വൽ ടു 1. വിയുടെ വാല്യൂ 1 കൊടുക്കുന്നു. വിയുടെ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 2 + v, 2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആര് വന്നു? 3 വന്നു. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുന്ന സമയത്തേക്ക് ആരാ വരുന്നത്? a × 1 + v, a × 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2a പ്ലസ് ഇവിടെ ആരാ വരുന്നത്? b × 1 - 1, b × 0. സോ ദെൻ ലാസ്റ്റ് ടൈം ഈസ് 0. ദർഫോർ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. 2a = 3. ദർഫോർ ഇവിടെ നമുക്ക് പറയാൻ പറ്റും 2നെ പിടിച്ച് ഇങ്ങോട്ട് ഇട്ടാൽ a = ആരായിരിക്കും? 3/2. ഓക്കെ, എയുടെ വാല്യൂ എന്തായി? 3/2 ആണ്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ആരെ ഫൈൻഡ് ഔട്ട് ചെയ്യണം? ബിയുടെ വാല്യൂസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ബിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് ആ ഇക്വേഷനിലേക്ക് നോക്കിയാൽ വളരെ എളുപ്പമാണ്. ബിയുടെ പാർട്ട് നമുക്ക് നിലനിർത്തണം അല്ലേ? ബിയുടെ പാർട്ടിനെ നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളവിടെ കൊണ്ടുപോയിട്ട് ആരെ കൊടുത്താൽ മതി? എയുടെ പാർട്ട് റിമൂവ് ചെയ്ത് പോകണം. വളരെ സിമ്പിളാണ്. ഇവിടെ 0 വന്നാൽ മതി. വിക്ക് പകരം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും? -1 കൊടുക്കും. 1 - 1 0 ആയി പോയാൽ ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് 0 കൊടുക്കും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുട്ട് വി ഈസ് ഈക്വൽ ടു -1. വിയുടെ വാല്യൂ -1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 2 - 1 ഈസ് ഹിയർ. 2 - 1 എന്തായി മാറും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 - 1 ഈസ് ഹിയർ. ആൻഡ് ഇവിടെ ആരായി മാറും? a × 1 - 1. ദർഫോർ ഫസ്റ്റ് പാർട്ട് ഈസ് 0 ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ആരായി മാറും? ദിസ് ഈസ് ഈക്വൽ ടു b × 1 - 1 - 1 ദാറ്റ് ഈസ് 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2b is here. 2 - 1 is 1 and 2b is here. We trying to take this 2 to denominator. 2 നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ ബിയുടെ വാല്യൂ നമുക്ക് ലഭ്യമായി. b is equal to ആരായി? 1/2. Now see, we are very much happy because we have the value of a and b. ആൻഡ് ഡിനോമിനേറ്ററിൽ ആരാ? 1 - v ആണ് വരുന്നത്. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗരിതമിക് ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യും? സൊല്യൂഷൻസ് ലഭ്യമാവും. സോ ഇതിനകത്തേക്ക് വന്ന ഈ പാർട്ടിനെ ഇക്വേഷൻ 5 അല്ലേ? നമ്മുടെ ഇക്വേഷൻ 5നെ നമുക്ക് ഈ രീതിയിൽ കൺവേർട്ട് ചെയ്യാം. സോ ഇക്വേഷൻ 5നെ നമ്മളെങ്ങനെ മാറ്റിയെടുക്കാൻ തീരുമാനിച്ചു? ഇക്വേഷൻ 5 ബിക്കംസ് ഇക്വേഷൻ 5 എങ്ങനെയായി വരും? സോറി, ഓക്കെ, ഇക്വേഷൻ 5ലേക്ക് വരുന്ന സമയത്ത് 2 + v ഡിവൈഡഡ് ബൈ 1 - v സ്ക്വയറിനെയാണ് നമ്മൾ a ഡിവൈഡഡ് ബൈ 1 - v പ്ലസ് b ഡിവൈഡഡ് ബൈ 1 + v എന്ന് കൊടുത്ത് എയുടെയും ബിയുടെയും വാല്യൂസ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു a ഡിവൈഡഡ് ബൈ 1 - v പ്ലസ് b ഡിവൈഡഡ് ബൈ 1 + v. ഓക്കെ, ഈക്വൽ ടു ആരാ വരുന്നത്? ഫൈനലി നമുക്ക് എന്താ വരുന്നത് ഇതിനകത്തേക്ക്? a ഡിവൈഡഡ് ബൈ 1 + v ഡിവൈഡഡ് ബൈ b ഡിവൈഡഡ് ബൈ 1 + v ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റിക്കളഞ്ഞു. ഫൈനലി നമുക്ക് അതിനകത്തേക്ക് എന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു dx/x. സോ a ഡിവൈഡഡ് ബൈ 1 + v b ഡിവൈഡഡ് ബൈ 1 - v dv ഈക്വൽ ടു dx ഡിവൈഡഡ് ബൈ x. dx/xലേക്ക് വരും. സോ അതിനകത്തേക്ക് ചെയ്യുന്ന സമയത്ത് എയുടെയും ബിയുടെയും വാല്യൂസ് നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. എയുടെ വാല്യൂ എന്താ വരുന്നത്? a = 3/2, b = 1/2. സോ നമുക്കിങ്ങനെ വരും ഇതിൻ്റെ വാല്യൂസ്. ദ വാല്യൂ വിൽ ബി വാല്യൂസ് എങ്ങനെ? ദിസ് സിംപ്ലൈസ് എന്താ വരുന്നത്? 3/2 ഡിവൈഡഡ് ബൈ 1 - v പ്ലസ് 1/2 ഡിവൈഡഡ് ബൈ 1 + v dv ഈക്വൽ ടു dx ഡിവൈഡഡ് ബൈ x ആയിരിക്കും. Now okay, fine. ഇത് വളരെ ഫെയർ ആയുള്ള ഫോർമാറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻസറിലേക്ക് വരുന്നൊരു കേസിലേക്ക് വന്നിട്ടുണ്ട്. ദിസ് ഈസ് വി പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 6. സോ ഇൻ്റഗ്രേറ്റിംഗ് 6 അല്ലേ? 6ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് 3/2 ഇൻറ്റു ഡിവൈഡഡ് ബൈ 1 - v dv പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് 1/2 divided by 1 plus v, 1/2 divided by 1 plus v dv equal to integral of dx divided by x. Integral of dx by x. 3/2 1/2 കോൺസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരെ നമുക്ക് എന്ത് ചെയ്യാം?
ഇങ്ങ് പുറത്താക്കിയേക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു ഇയാളുടെ ഡെറിവേറ്റീവ് ആരാ -1 ആണ്. ആ -1 ഇവിടെ ലഭ്യമല്ലാത്തതുകൊണ്ട് ഞാൻ മൈനസ് പുറത്ത് കൊടുത്തു. -3/2 ലോഗ് ഓഫ് 1 മൈനസ് വി ലോഗ് ഓഫ് 1 മൈനസ് വി ഓക്കെ പ്ലസ് ആരാ വരുന്നത് 1/2 അല്ലേ. 1 പ്ലസ് വിയുടെ ഡെറിവേറ്റീവ് ആരാ വരുന്നത് 1 ആണ് വരുന്നത്. അതുകൊണ്ട് നോ പ്രോബ്ലം. ലോഗ് മോഡ് 1 പ്ലസ് വി ഈക്വൽ ടു ഫൈനലി വി ഹാവ് ലോഗ് മോഡ് എക്സ് ദാറ്റ് ഈസ് ലോഗ് എക്സ് പ്ലസ് ലോഗ് സി. ലോഗ് എക്സ് പ്ലസ് ലോഗ് സി. കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇസ് ദെയർ. കൺവീനിയൻസിന് വേണ്ടി എല്ലാം ലോഗ് ആയതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെയും പിടിച്ചിട്ട് എന്താക്കി കളഞ്ഞു, ലോഗാക്കി കളഞ്ഞു. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് ചേഞ്ച് ചെയ്തേക്കാം. അതിലെല്ലാറ്റിലും ആര് കോമൺ ആണ്? ഡിനോമിനേറ്ററിൽ 2 കോമൺ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ 2നെ പിടിച്ചിട്ട് ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഈ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ 2 log x വരും. ഇവിടെ ആരാ 2 log c വരും. അതിനകത്തുനിന്ന് നമുക്കിങ്ങനെ വരും. ദിസ് ഈസ് -3 log ഓഫ് ലോഗ് മോഡ് 1 മൈനസ് വി. ഓക്കെ, പിന്നെ വരുന്ന ആരാ ദിസ് ഈസ് ഇവിടെ നിന്ന് ഈ 2 ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു. ലോഗ് മോഡ് 1 പ്ലസ് വി സിയർ. സോ പ്ലസ് ലോഗ് മോഡ് 1 പ്ലസ് വി ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്ത് കളഞ്ഞു ഇതിനകത്തേക്ക് ആരാ 2നെ കൊണ്ടുവന്നു. 2 log x 2 log x പ്ലസ് 2 log c 2 log c. നമ്മളിതിലേക്ക് വരുന്ന സമയത്ത് ഈ -3 പിടിച്ച് നമുക്ക് ഇങ്ങോട്ട് ഇതിൻ്റെ പവറിലേക്ക് കൊണ്ടുവരാം. സോ ലോഗ് ഓഫ് 1 മൈനസ് വി ഹോൾ റേസ് ടു -3 പ്ലസ് ലോഗ് ഓഫ് 1 പ്ലസ് വി. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്കിവിടെ ആരാ ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് ലോഗ് സി സ്ക്വയർ ഈസ് ഹിയർ അല്ലേ. ഈ 2ഉം ഈ 2 എല്ലാം എന്ത് ചെയ്യും, പവറിലേക്ക് വരും. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സൗകര്യത്തിന് വേണ്ടി ഞാനിവിടെ ഈ -3 ആ -3 ഞാൻ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. ആ -3 ഒഴിവാക്കിയിട്ട് +3 ആവുന്ന സമയം +3 ആക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈനസ് ഫ്രണ്ടിൽ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് -log ഓഫ് 1 മൈനസ് വി ഹോൾ ക്യൂബ് പ്ലസ് ലോഗ് ഓഫ് 1 പ്ലസ് വി സിയർ. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ നിന്ന് പറയാൻ സാധിക്കും log x സ്ക്വയർ ഇവിടെ ഉണ്ട്. ആ log x സ്ക്വയറിൻ്റെ ഭാഗത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് പറയാൻ കഴിയും ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് അല്ലേ, ഇതിനെ പിടിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാൽക്കുലേറ്റ് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് ലോഗ് ഓഫ് 1 മൈനസ് വി ഹോൾ ക്യൂബ്. ഓക്കെ, ഈക്വൽ ടു ഇവിടെ ആര് കിടക്കുന്നുണ്ട്, ലോഗ് ഓഫ് 1 പ്ലസ് വി ഉണ്ട്. ലോഗ് ഓഫ് 1 പ്ലസ് വി ഞാൻ കൺവീനിയൻസിന് വേണ്ടി ഞാൻ എടുക്കുന്നത് ലോഗ് ഓഫ് 1 പ്ലസ് വി ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരുന്ന ആരാ പ്ലസ് ലോഗ് സി സ്ക്വയർ മൈനസ് ലോഗ് സി സ്ക്വയർ ആവും. കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഒരു കോമ്പൻസേഷൻ നടക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പ്ലസ് ലോഗ് ക്യാപിറ്റൽ സി സ്ക്വയർ എന്ന് കൊടുത്തു അതിന്. ഓക്കെ, നമുക്കിവിടെ നിന്ന് സം ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ഈക്വൽ ടു ലോഗ് ഓഫ് എ ബി ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ആരാ വരുന്നത് 1 മൈനസ് വി ഹോൾ ക്യൂബ്. ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് ലോഗ് എ പ്ലസ് ലോഗ് ബി ഫോർമാറ്റ് തന്നെ ലോഗ് ഓഫ് സി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് വി. ഓക്കെ, ലോഗ് ഓഫ് സി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് വി. ഓക്കെ, ഫൈൻ. രണ്ട് സൈഡിലും ലോഗ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ലോഗിനെ റിമൂവ് ചെയ്യാം. ഫൈനലി വി ഹാവ് എക്സ് സ്ക്വയർ ഇൻറ്റു ആരാ വരുന്നത്, ലോഗ് പോയി കഴിഞ്ഞാൽ 1 മൈനസ് വി ഹോൾ ക്യൂബ്. എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് വി ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് സി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് വി. സോ ദിസ് ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് വി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സൊല്യൂഷനിലേക്ക് നമ്മൾ വരുന്നത്. ഈ സൊല്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പറഞ്ഞെന്താ, y ഈസ് ഈക്വൽ ടു ആരാ എടുത്തത്, ക്യാപിറ്റൽ വി എക്സ് എന്നാണ് എടുത്തത്. സോ വി ഈസ് ഈക്വൽ ടു ആരാ വരുന്നത്, ദ വി ഈസ് ഈക്വൽ ടു y ബൈ എക്സ് ആയിരിക്കും ആൻസറായിട്ട് നമുക്ക് വരുന്നത്. സോ വി റീപ്ലേസ് വി ബൈ y ബൈ എക്സ് അല്ലേ. ഇദ്ദേഹത്തെ വീന് എന്തായി മാറി, y ബൈ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യും. സോ ദ ഇക്വേഷൻ വിൽ ബി എക്സ് സ്ക്വയർ ഇൻറ്റു
x square into 1 minus v is y by x, okay, whole cube, y by x, just a minute, x square into 1 minus y by x whole cube is equal to c square into 1 plus y by x, okay. ഫൈൻ. ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ആരാ എക്സ് സ്ക്വയർ ഇൻറ്റു ആരാ വരുന്നത് എക്സ് മൈനസ് വൈ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ ആരായിരിക്കും എക്സ് ക്യൂബ് ആയിരിക്കും ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ആരാ വരുന്നത് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ ആരാ വരുന്നത് എക്സ്, ഓക്കെ. ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലാരും ലഭ്യമാവും ഈ സ്ക്വയറും ഇതിനകത്ത് നിന്നൊരു ക്യൂബും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇതിനകത്തുള്ള ബാലൻസുള്ള എക്സും എക്സും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമ്മളിലേക്ക് ലഭ്യമാവുന്ന വാല്യൂ ആയിരിക്കും എക്സ് മൈനസ് വൈ ഹോൾ ക്യൂബ് x minus y whole cube is equal to c square into x plus y ആയിരിക്കും is equal to c square into x plus y ആയിരിക്കും, ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ക്യാപിറ്റൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. പക്ഷേ ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സ്മോൾ ഡി വൈ ബൈ ഡി എക്സിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എക്സ് ഇസ് ഈക്വൽ ടു ആരായിരുന്നു എക്സ് പ്ലസ് എച്ച് ആയിട്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ വൈ ഇസ് ഈക്വൽ ടു സ്മോൾ വൈ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ വൈ പ്ലസ് കെ ആയിട്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന ആരാ സ്മോൾ എക്സ് മൈനസ് എച്ച് ആണ്, ക്യാപിറ്റൽ വൈ എന്ന് പറയുന്ന ആരാ സ്മോൾ വൈ മൈനസ് കെ ആണ്, ഓക്കെ. അത്രയും കണ്ടൻസ് നമ്മൾ ഈ സൊല്യൂഷനിൽ കൊണ്ടുകൊടുത്താൽ നമുക്ക് ആക്ച്വൽ സൊല്യൂഷൻ ലഭ്യമാവും. ആ ആക്ച്വൽ സൊല്യൂഷൻ ലഭ്യമാവാനായിട്ട് നമ്മളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരും പുട്ട് ദിസ് ഈസ് ഇക്വേഷൻ 7 അല്ലേ പുട്ട് ഇൻ 7 ഇക്വേഷൻ 7ൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും ദിസ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എച്ച് മൈനസ് എന്താ വരുന്നത് വൈ minus k, that is y plus k whole cube is equal to c square into small x minus h plus y minus k, okay. See നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം h is equal to k is equal to 1 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും h is equal to k is equal to 1, therefore ആരാ വരുന്നത് this is ആരാ വരുന്നത് മൈനസ് 1 പ്ലസ് 1 ക്യാൻസൽ ചെയ്ത് പോവും. സോ ഇവിടെ ആരാ വരും സ്മോൾ എക്സ് മൈനസ് വൈ ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു ഇവിടെ ആരാ വരുന്നത് സി സ്ക്വയർ ഇൻറ്റു ഇവിടെ ആരാ വരുന്നത് ദിസ് ഇസ് സി സ്ക്വയർ ഇൻറ്റു അകത്ത് ആരാ വരുന്നത് എക്സ് പ്ലസ് വൈ. സോ -1 -2, ഓക്കെ. ദിസ് ഈസ് ദ ആക്ച്വൽ സൊല്യൂഷൻ ഓഫ് ദ ഒറിജിനൽ ഇക്വേഷൻ. ദ ഒറിജിനൽ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് ലഭ്യമായത് എക്സ് മൈനസ് വൈ ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് വൈ -2, ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് വളരെ ലെങ്തി ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോഴും അതിനെ ഹോമോജീനിയസ് ഫോമാറ്റിലേക്ക് കൊണ്ടുവന്ന് നമ്മളതിനെ സോൾവ് ചെയ്യുന്നൊരു മെത്തേഡാണ് നമ്മളിവിടെ അവതരിപ്പിച്ചത്, ഓക്കെ. ഈ രീതിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ലിറ്ററേച്ചറിൽ അവൈലബിൾ ആണ്. യു ക്യാൻ ഡു മെനി പ്രോബ്ലംസ്. ഐ വിൽ ഗിവ് യു 1 ക്വസ്റ്റ്യൻ ആസ് യുവർ എക്സസൈസ് ക്വസ്റ്റ്യൻ. ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. സോൾവ് the differential equation dy by dx is equal to dy by dx is equal to x plus 2y minus 3 x plus 2y minus 3 divided by 2x plus y minus 3 x plus 2y minus 3 divided by 2x plus y minus 3, ഓക്കെ. ഈ ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്ത് നോക്കുക. ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഈ ടൈപ്പ് കോംപ്ലിക്കേറ്റഡ് ആയ പ്രോബ്ലത്തിന് വളരെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ആ മെത്തേഡ് നിങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വളരെയധികം വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ യുവർ വാച്ചിങ്. കണ്ടിന്യൂ യുവർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.